നമുക്കിന്ന് കുളിച്ചൊരുങ്ങി ഒരു സ്ഥലം വരെ പോയാലോ? ദേ ഞാനിവിടെ റെഡി ആയിട്ടുണ്ട്. ദിവ്കൂട്ട റെഡി ഓൾറെഡി നിൽപ്പുണ്ടായിരുന്നു. എല്ലാ കളിപ്പോട്ടം വാരി ഇടിച്ചിട്ട് ഞങ്ങളിന്ന് പോണത് ആറ്റുകൾക്കുള്ളിൽ വിളക്കെട്ടാണ് കേട്ടോ. നമ്മുടെ ഏരിയയിൽ വെച്ചിട്ടാണ് വിളക്കെട്ട് നടക്കുന്നത്. അതിനെ പ്രമാണിച്ച് ഉച്ചയ്ക്ക് കഞ്ഞി വീഴ്ത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കഞ്ഞി എരിശ്ശേരിയും കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അമ്മൂമ്മയുടെ വീട്ടിൻ്റെ അവിടെ വെച്ചിട്ടായിരുന്നു ഇത് വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2 ഉണ്ടായിരുന്നു. അമ്പൂസും ഉണ്ടായിരുന്നു, ദിവ്കൂട്ടനും ഉണ്ടായിരുന്നു. രണ്ടും കൂടെ ഉണ്ടെങ്കിൽ പറയേ വേണ്ട, വീട് പിന്നെ 10 വയ്ക്കും. ഓരോരുത്തരായിട്ട് കഞ്ഞി എരിശ്ശേരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. എനിക്ക് ഈ അയ്യപ്പൻ കെട്ടിന് കിട്ടുന്ന കഞ്ഞി എരിശ്ശേരി, അതുപോലെ ഈ ഒരു വിളക്കെട്ടിന് വെച്ച കഞ്ഞി എരിശ്ശേരി, ഇതൊക്കെ കുടിക്കാൻ എനിക്ക് പ്രത്യേക ഒരു സ്വാദാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ എത്ര ഉണ്ടാക്കിയാലും ഇതുപോലെ കിട്ടത്തില്ല. പിന്നെ നമ്മളിതേ കഞ്ഞി എരിശ്ശേരിയെ കുടിച്ചു. എന്തൊക്കെ കുടിച്ചാലും എന്താ, പിള്ളേരെ കൊണ്ടിട്ട് എനിക്ക് ഒരാറമ്പാദവും ഇല്ല. അവസാനം അപ്പം കമ്പ് വരെ എടുക്കേണ്ടി വന്നു. പിള്ളേർക്ക് വക്കാലത്ത് പോയിട്ട് അമ്മൂമ്മയും കൂടെ ഉണ്ട്. അവസാനം പിള്ളേരുടെ വർത്തമാനത്തിൽ അപ്പം കമ്പ് വെച്ച് കീഴടങ്ങേണ്ട അവസ്ഥയായി. നമുക്ക് വൈകിട്ട് കാണാം കേട്ടോ വിളക്കെട്ടിന്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.